എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നിഫ്റ്റി മൈനസിലായിരുന്നു. 0.33 ഇവിടെ കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയാണ് നല്ല രീതിയിൽ മൈനസിൽ പോയത്. 1% കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇപ്പം ഒരു സെല്ലിംഗ് പ്രഷറുള്ള ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 24, 300, 500 ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴെ പോകാൻ വേണ്ടി. അപ്പോൾ ആ ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ മാർക്കറ്റിലിരിക്കുന്നത്. ഡേ ചാർട്ടിൽ നമുക്ക് നോക്കിയാലും കാണാൻ പറ്റും. ആ മുകളിലത്തെ ലെവലിൽ അത് ഇവിടെ തൊട്ട് വലിയ മൂവ്മെൻ്റ് ഇല്ല. ഹൈ ഓപ്പണിംഗ് വരുന്നുണ്ട്, പക്ഷേ അത് ലാസ്റ്റിൽ വന്നിട്ട് താഴോട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലോസിംഗ് ആണ് വരുന്നത്. ഇന്ന് വന്നിട്ടും ഹൈ ഓപ്പണിംഗ് വന്ന് ഇവിടെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ലോ ഓപ്പണിംഗ് വന്നിട്ട് ഹൈയിൽ പോയി. അതിനുശേഷം എല്ലാം ഹൈ ഓപ്പണിംഗ് വന്ന് താഴോട്ട് ഇറങ്ങുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് സെല്ല് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലിങ് വരാനാണ് ചാൻസ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അതാണ് ഇവിടെ കിടന്ന് ഇന്ന് ഇറങ്ങുന്നത്. ഒരു നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ന്യൂസ്, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വാർ പോലുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരാണ് കുത്തനെ അടിച്ചൊരു വീടിയിൽ വിടും താഴോട്ട്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ ഉള്ളവരൊക്കെ കൂടുതലും കരുതിയൊക്കെ ഇരുന്ന് ട്രേഡ് എടുക്കാവും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെല്ലിങ് ഏരിയയിലാണിത്. ഇതും വന്നിട്ട് ഏതൊരു ചാൻസ് പുതിയൊരു നെഗറ്റീവ് ന്യൂസ് കിട്ടുന്നതെല്ലാം നല്ല രീതിയിൽ താഴോട്ടിറങ്ങാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് കാണിക്കും. ഇന്ത്യ പാക് വാർ പോലുള്ള എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ നല്ല രീതിയിൽ പോകും. അതല്ല എങ്കിൽ കുറച്ച് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പോലൊക്കെ താഴോട്ട്. കൺസോൾട്ടേഷനകത്ത് സെല്ലിംഗ് ആണ് വരുന്നത്. കൺസോൾട്ടേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. സെല്ലിംഗ് ഏത് സമയത്തും വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനകത്ത് കൂടുതലും ഒരു അപ് ട്രെൻഡ് അധികം പ്രതീക്ഷിക്കേണ്ട, ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിച്ചിട്ട് വേണം ട്രേഡ് എടുക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ് ഇതിനകത്ത് കുറച്ച് ഷെയറുകൾ മാത്രമേ നമുക്ക് ചാൻസ് വന്നുള്ളൂ. ഇന്ന് ഓപ്പണിങ്ങിലെല്ലാം ഡൗണിൽ തന്നെയായിരുന്നു ഓപ്പണിംഗ് വന്നത്. നമുക്ക് ചാൻസ് വന്ന ഷെയർ ഇതിനകത്ത് ഈ പരാഗ് മിൽക്കൊക്കെ ഏകദേശം ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി, പക്ഷേ ഹൈ അടിച്ചില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു ഷെയറിനകത്തൊരു ഓപ്പണിംഗ് മൂവ്മെൻറ്റിൽ നമുക്കൊരു മൂവ്മെൻറ്റ് ഇതല്ല എന്തായാലും പറയുന്നത് ഹൈയിലോട്ട് പോകാൻ ചാൻസ് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ലെവൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് എൻട്രി എടുക്കാം. അതൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണം എടുക്കാൻ. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് മനസ്സ് വെച്ച് അങ്ങനെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് ചെറിയ പ്രോഫിറ്റ്, ഒത്തിരി പ്രോഫിറ്റ് ഒന്നുമില്ല, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ RR കബിൽ എന്ന് പറയുന്ന ഷെയർ നല്ല ചാൻസ് വന്നു. RR കബിലെ ഡൗൺ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം മുകളിലോട്ട് കയറിപ്പോൾ ഇത് കണ്ടില്ലേ, നാരോ CPR ആണ്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ വീഡിയോ ഞാൻ നാരോ CPRനകത്താണെങ്കിൽ ഒരു ഹെവി ട്രെൻഡ് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നാരോ CPR ആണ്. നാരോ CPRൽ ഇപ്പോൾ ഇത് ഡൗണിൽ ഓപ്പണായിട്ട് തിരിച്ച് ഇതിന് മുകളിൽ കട്ട് ചെയ്ത് കയറുമ്പം നല്ലൊരു മൂവ്മെൻറ്റ് അപ് ട്രെൻഡ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കിട്ടി. അത് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. യെസ്, R1 ഈ റേഞ്ച് തന്നെയാണ്. അത് രണ്ടും ഒരേ ലൈനിൽ കിടക്കണം. അതുകൊണ്ടാണ് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്തത്. പ്രീവിയസ് ഡേ ഹൈയും R1 സെയിം ആയിരുന്നു ഏകദേശം. അപ്പോൾ അതും കഴിഞ്ഞ് വൺ സൈഡ് അങ്ങ് കയറിപ്പോവാണ് ഷെയർ. വൺ സൈഡ് കയറിപ്പോയി ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് കറക്റ്റ് സെല്ലിങ് കിട്ടി. ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ റേഞ്ചിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഇത്രയും മൂവ്മെൻറ്റ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മളൊരു 10-15 രൂപ, ഇത് പക്ഷേ 60-70 രൂപ മൂവ്മെൻറ്റ് തന്നു, വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഈ ക്യാൻഡിൽ നോക്കി ഓപ്പണിംഗ്, ഇവിടെ ഓപ്പണിംഗ് വന്നു, നേരെ താഴോട്ട് വന്ന് കറക്റ്റ് ഞാൻ വീഡിയോ പറഞ്ഞ പോലെ ഈ CPRൻ്റെ ലോവർ ലെവലിൽ ടച്ച് ചെയ്തു, നേരെ കുത്തനെ കയറി ആ ഒറ്റ ക്യാൻഡിൽ തന്നെ അതിൻ്റെ ഹൈ അടിച്ചു. ഈ രണ്ടാം ക്യാൻഡിൽ ഹൈ വന്നു 1640. അപ്പോൾ ഇവിടെ ഈ ഒരു ഷെയർ മാത്രമേ ഞാൻ ബൈ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്
ഞാൻ പറഞ്ഞ റേഞ്ച് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഇതിന് മുകളിലോട്ട് താഴെ വന്നിട്ട് ഇതിന് മുകളിലോട്ട് കയറുവാണെങ്കിൽ ബൈ 602 റേഞ്ചിലോട്ട് എടുത്തായിരുന്നു ഒരു 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ കിട്ടിയേ. പിന്നീട് നമുക്ക് ചാൻസ് വേറെ ഷെയറിനകത്തൊന്നും അധികം നമുക്ക് ഈ കറക്റ്റ് റേഞ്ച് വന്നിട്ടൊന്നും ചാൻസ് ഒന്നുമില്ല. പക്ഷേങ്കിൽ ആവറേജ് അങ്ങനത്തെ ഇതിലൊക്കെ ഈ ITDC സിമെൻറ്റ് അതും നേരത്തെ ഹൈ വന്നിട്ട് 31 സംതിങ് അങ്ങോട്ട് വന്നിട്ട് കുത്തനെ ഇടിഞ്ഞു പോയി. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഇപ്പോൾ ഒരു ഷെയർ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ചാൻസ് പ്രീവിയസ് ഡേ ഹൈ ഇവിടുന്ന് നമുക്ക് ചാൻസ് തരുവാണെങ്കിൽ എൻട്രി എടുക്കുക. അതല്ല വൺ സൈഡ് മുകളിലോട്ട് കയറിപ്പോണം, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ റേഞ്ചിൽ പോയിട്ട് R1 ആണിത്, R1 പോയിട്ട് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എൻട്രി എടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഹൈ അടിച്ചിട്ട് ആ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടു. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഇവിടെ ഈ റേഞ്ചിലോട്ടൊക്കെ വരെ വന്നിട്ട് തിരിച്ച് നേരെ കയറി ഹൈ അടിച്ചെങ്കിൽ ഇവിടെ ഒരു ഹൈ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇതൊരു ഹൈ അടിച്ചിട്ട് ഇപ്പോൾ ഷെയർ ഇവിടുന്ന് ഓപ്പണിങ് ഇങ്ങനെ വന്ന് ഈ ഹൈ അടിച്ചു. അതിനുശേഷം ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സെല്ല് ചെയ്യുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് സെല്ല് ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ വന്ന് ഇത്രയൊക്കെ വന്ന് ഒരു കുറച്ച് വന്നിട്ട് നേരെ തിരിച്ച് ഒരു ഹൈ ഇങ്ങനെ അടിച്ചെങ്കിൽ നമ്മൾ പിന്നെ നമ്മളിവിടെ അഥവാ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിലും ഒക്കെ, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ട ഈ ലൈനെ ഇതിന് മുകളിലോട്ട് പോകുന്ന നോക്കണം. അതിന് മുകളിലോട്ട് പോകുന്നില്ല എങ്കിൽ ഇപ്പം ഇതിന് മുകളിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും, ഇതിന് മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അതല്ല ആ ഷെയർ ഇവിടം വരെ ഒരു ഹൈ അടിച്ചുള്ളൂ, അതിനുശേഷം ഇങ്ങനെ കുത്തനെ വീണ്ടും ഇവിടെ ഇറങ്ങിയെങ്കിൽ ഇവിടെ വീണ്ടും എൻട്രി എടുത്ത് വിടുക, ഈ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോർമൽ നമ്മൾ അതിനകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ആദ്യത്തെ പ്രാവശ്യം ലോസ് അടിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം ലോസ് അടിക്കുക, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കറക്റ്റ് റേഞ്ച് വന്നോ എൻട്രി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷെയർസ് നമ്മൾ ഇത്ര എടുത്തതിനകത്ത് 2-3 ഷെയറേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളെ നമ്മൾ എടുത്തേക്കുന്ന 10 ഷെയർ എടുക്കും. ഈ 10 ഷെയറിനകത്ത് നമുക്ക് ചാൻസ് കിട്ടത്തില്ല. നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഒരു 3-4 ഷെയറിനകത്തായിരിക്കും നമ്മുടേതായിട്ടുള്ള രീതി മൂവ്മെൻറ്റ്. ആ ഷെയർ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. അത് നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ കാണിക്കും, ഇവിടെ കണ്ടില്ലേ പെർസെൻറ്റേജ് ചേഞ്ച്, ഇവിടെ എനിക്ക് പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും. സോർട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഇതെടുക്കാൻ പറ്റും. ഇതിനകത്താണെങ്കിൽ എനിക്ക് ഇന്ന് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷേ ചെറിയ ഇത് കണ്ടില്ലേ 37 പ്രോഫിറ്റ്. ഇതിനകത്ത് CCLനകത്ത് നല്ലൊരു ലോസ് അടിച്ചു. പക്ഷേങ്കിൽ അത് അടിച്ചിട്ട് പോലും എനിക്ക് പ്രോഫിറ്റാണ്. ബാക്കിയുള്ള എല്ലാം കുഴപ്പമില്ലാത്ത ചെറിയ ലോസാണ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരു നല്ല ലോസ് അടിച്ചു. അത് എപ്പോഴും ഒരു പ്രാവശ്യം 500 ഷെയർ അടിച്ച് അതിലാണ് ലോസ് വന്നത്. അങ്ങനെ ഓക്കെ. പക്ഷെങ്കിൽ അത് അക്കൗണ്ട് പ്രോഫിറ്റിലാണ്. അപ്പോൾ നാളത്തെ ഷെയറുകൾ ഇതിനകത്ത് നോക്കുക. ഇതിനകത്ത് വന്നിട്ട് ഈ CCLനകത്ത് ചിലപ്പോൾ നല്ല ചാൻസ് കിട്ടാം. ഹൈയോ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗ്രീൻ ലാമിനകത്തും R1 ഒക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ്. പോളിമെഡിനകത്ത് ചിലപ്പോൾ ഇത് ഹെവി മൂവ്മെൻറ്റ് തരുന്ന ഷെയറാണ്. ഇത് 1781 ഇതുണ്ടല്ലേ, ആവറേജ് തന്നെയാണ് അത് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴെ ഒരു ഡൗൺ ഓപ്പണിംഗ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് ടോപ്പ് CPRയിലോ അതല്ല ഈ പിവോട്ട് ലെവലിലോ വന്നിട്ട് ബൗൺസ് ആകാനുള്ള ചാൻസ് കൂടുതലായി ഷെയർ, ഈ പോളിമെഡ് എന്നുള്ള ഷെയർ. ചമ്പൽ ഫെർട്ടിലൈസർ ശ്രദ്ധിക്കുക, 750 മുകളിൽ പോയതിനു ശേഷം ഇത് കട്ട് ചെയ്താൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാം. ഡയാക്യാപ്സ് എന്ന് പറയുന്ന ഈ ഷെയർ R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 എന്നാണെങ്കിൽ നമ്മളധികം വെയിറ്റ് ചെയ്യരുത്.
RR കപ്പിയിൽ അത് റിസൾട്ടിൻ്റെ നല്ല മൂവ്മെൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഈ R1 റേഞ്ച് എന്നോ ഇപ്പോൾ ഹൈയും R1 അടിച്ചതിന് ശേഷം ഈ 2 ലെവലിൻ്റെ താഴെ പോയെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വീണ്ടും ഇറങ്ങി വരാം. കൊറമാൻഡൽ എന്ന് പറയുന്ന ഈ ഷെയർ ആദ്യത്തെ ഈ 2 ലെവലിനുള്ളിൽ നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത, പക്ഷേ മൂവ്മെൻറ്റ് കുറവായിരിക്കും ഇതിൻ്റെ. ഇപ്പം കൊറമാൻഡൽ നമ്മൾ ചാർട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മൂവ്മെൻ്റ് ഇല്ല, വലിയ മൂവ്മെൻ്റ് ഇല്ല. എന്നാൽ പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഹെവി മൂവ്മെൻറ്റ് വരും ഈ ഷെയറിനകത്ത്. ഒന്നീ ഡൗണിലോട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യം ഓപ്പണിങ്ങിൽ ഒരു മൂവ്മെൻ്റ് വന്ന് പിന്നെ ചത്ത മൂവ്മെൻ്റാണ് തരുന്നത്. വലിയ മൂവ്മെൻ്റ് ആ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുക ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണ്, എപ്പോൾ വേണം ഹൈ അടിച്ചിട്ട് താഴോട്ട് ഇറങ്ങുന്നവർ കണ്ടാൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് തരാം. അതുകൊണ്ടാണ് ഞാൻ ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും ഞാൻ എടുത്തിടുന്നത്. പോളിക്യാബും ഇന്ന് റിസൾട്ട് വന്നു, കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഷെയർ കൊടുത്തു. പക്ഷേ ക്ലോസിങ് വന്ന് ഏകദേശം ആവറേജിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതും നാളെ ഇത് കണ്ടില്ലേ, ഹൈ 6077, R1 6080, ഈ 2 ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി ചെയ്യരുത് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഇതിനകത്ത് CPR ലെവലുകൾ കണ്ട്, ഇപ്പം ഞാൻ പേഴ്സണലായിട്ടൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. ഇതിനകത്ത് ലെവലുകൾ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് എടുക്കാം. കൂടുതൽ ആൾക്കാർക്കുള്ള കുഴപ്പം പേടിച്ചിട്ട് ഒരു ലോസ് വന്നാൽ അടുത്ത എൻട്രി എടുക്കാൻ പേടിച്ച് പോകും. അടുത്ത എൻട്രി എടുക്കുക, ഒരു ഗെയിം കളിക്കുന്ന പോലെ ട്രേഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്കൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ട്രേഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വാശിക്ക് ട്രേഡ് എടുക്കുമ്പോഴാണ് ആദ്യം ഒരു 500 രൂപ ലോസ് വന്നാൽ അപ്പോൾ നമ്മൾ പിന്നെ മനസ്സിൽ അടുത്തൊരു എൻട്രി എടുക്കുമ്പം നമ്മൾ മനസ്സിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, ഒന്നിൽ ഒരു 1000 അല്ലെങ്കിൽ ലോസ് കവർ ചെയ്ത് 1000 കിട്ടണം. അങ്ങനത്തെ ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. നമ്മൾ 500 രൂപ ലോസ് വന്നെങ്കിൽ 2-3 ട്രേഡിൽ കൂടെ അത് കവർ ചെയ്യാൻ ശ്രമിക്കുക, ഒറ്റയടിക്ക് കവർ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നാളെ തന്നെ കുറച്ച് ഷെയറുകളേ ഉള്ളൂ, അതിനകത്ത് എന്തായാലും ഒരു 3-4 ഷെയർ കിട്ടും. അത് നോക്കി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.